ദീപക് കൂടി ചേരുന്നുണ്ട്. ദീപക്, ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ മനാഫിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ലോറിയുടെ ഈ ട്രക്കിന്റെ ക്യാബിൻ തകർന്നു പോകാൻ ഇടയില്ല എന്ന്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അല്ലെങ്കിൽ ലഭിക്കുന്ന വസ്തുക്കൾ അത് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ലോറി ഒരു പൂർണ്ണാർത്ഥത്തിൽ കിട്ടില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇനി ഏതൊക്കെ ഭാഗങ്ങൾ ലഭിക്കും എന്നതിലും സംശയമുണ്ട്. മണ്ണിൽ പൂണ്ടു നിൽക്കുന്ന നിലയിലാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ഈശ്വർ മാൽപേ പറഞ്ഞത് ഇത് കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ ഒരു ട്രക്ക് ഉണ്ട് എന്നതാണ്. അത് അർജുൻ്റേതാകാമോ എന്നതൊക്കെയുള്ള സംശയങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ നടത്തുന്ന ഈ പോയിന്റിൽ, കോണ്ടാക്ട് പോയിന്റിൽ നടത്തുന്ന പരിശോധന ഏറെ നിർണായകമാണ്. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഇന്ന് തന്നെ എത്തുമെന്ന് അറിയുന്നു. അപ്പോൾ കൂടുതൽ പരിശോധനകളൊക്കെ അവിടെ തന്നെ നടത്തി ഒരു സ്ഥിരീകരണത്തിലേക്ക്, അതായത് ഈ പോയിന്റിലേക്ക് മാത്രമായി തെരച്ചിൽ നടത്തുക എന്നതിലേക്ക് എത്തുകയാണ്. വിനീത, അങ്ങനെ തന്നെയാണ്. കാരണം നേവി രേഖപ്പെടുത്തിയ പോയിന്റ് 1ഉം 2ഉം അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്കൂബ ഡൈവേഴ്സ് നേരത്തെ ഇവിടെ ഡൈവിംഗ് നടത്തിയിരുന്നു. അവരൊരു ബോ ഉപയോഗിച്ചുകൊണ്ടൊരു മാർക്ക് കൂടി അവിടെ വെച്ചിരിക്കുന്നത് കാണാം. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുകൂടിയുള്ള ഡ്രഡ്ജിംഗ് ആണ് ഇപ്പോൾ പ്രധാനമായും പുരോഗമിക്കുന്നത്. ഈ രണ്ട് മാർക്കുകളുടെയും ഇടയിൽ ഉള്ള പരിശോധന ഇപ്പോൾ വന്നിരിക്കുന്ന ആ ബക്കറ്റിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അത് കൃത്യമായ നിരീക്ഷണത്തിന് വേണ്ടി അവിടെ മാറ്റി നിർത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പറഞ്ഞു വന്നതുപോലെ ഈ നേവിയുടെ പോയിന്റിൻ്റെയും ഒപ്പം തന്നെ നേരത്തെ ഡ്രഡ്ജിംഗ് ടീം നടത്തിയിട്ടുള്ള പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു മാർക്ക് ഒരു മരത്തടി അതിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് താഴേക്ക് ഒഴുക്കി കളയുന്നുണ്ട്. നേരത്തെ സ്കൂബ ഡൈവേഴ്സ് നൽകിയിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ രണ്ട് പോയിന്റിൻ്റെയും ഇടയിലുള്ള ഭാഗത്താണ് ആഴത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഒരു പരിശോധന നടത്തുമ്പോൾ കൃത്യമായ സൂചനകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ പൂർണ്ണാർത്ഥത്തിൽ അത് അർജുൻ്റെ ലോറിയുടേതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും പല വിധത്തിലുള്ള ലോഹഭാഗങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ തന്നെ ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് അർജുൻ്റെ ആ ലോറിയുടെ പുറകുവശത്ത് ക്രാഷ് ഗാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗം എന്നുള്ളത് സ്ഥിരീകരിച്ചുകൊണ്ട് മനാഫ് രംഗത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പാർട്ട് ഇപ്പോൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പരിശോധന നടത്തിയാൽ അത് കൂടുതൽ ഗുണകരമാകും എന്നുള്ള ആലോചനയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ സ്പോട്ട് 4 കേന്ദ്രീകരിച്ചുകൊണ്ട് ഒന്നുകൂടി പരിശോധന വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പോട്ട് 4ലേക്ക് പരിശോധന നീങ്ങണമെങ്കിൽ അതിൽ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് എത്തി GPS പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുള്ള സമയം ഏതാണ്ട് 3:30-4 മണിയോട് അടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ നേവി നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതായത് മണ്ണ് പൂർണ്ണാർത്ഥത്തിൽ എടുക്കാൻ കഴിയില്ല. താഴെ ഭാഗത്തേക്ക് ഹിറ്റാച്ചി എത്തുമ്പോൾ അവിടെ എന്തോ ഒരു വസ്തുവിൽ തട്ടി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ബക്കറ്റിലേക്ക് വെള്ളം മാത്രമാണ് വരുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായി 2-3 തവണയായി പരിശോധന നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ജലത്തിൻ്റെ വിധാനം അല്പം ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്, വേലിയേറ്റത്തിൻ്റെ സമയമാണ്. അതുകൊണ്ടുള്ള ഒരു പരിമിതി കൂടി ആ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നതിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയുമാണ്. ഇനിയിപ്പോൾ അവിടേക്ക് പതിച്ചിരിക്കുന്ന കല്ലോ മറ്റോ ആണോ ഈ ഇത്തരത്തിൽ ആ ഹിറ്റാച്ചിയുടെ ബക്കറ്റിലേക്ക് തട്ടുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയില്ല. എങ്കിൽ പോലും നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് വളരെ പണിപ്പെട്ടുകൊണ്ട് തന്നെ അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാം. ആ ഡ്രഡ്ജർ തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. അത് ഇനിയിപ്പോൾ വലിയ പാറക്കഷ്ണമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഡ്രഡ്ജർ തന്നെ പൊങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു പക്ഷേ വലിയ പാറക്കഷ്ണങ്ങൾ എന്തെങ്കിലും പതിച്ചതാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും അവിടെ സ്കൂബ ഡൈവേഴ്സ് പരിശോധന നടത്തിയ ഇടമാണ്. അതുകൊണ്ട് കൂടിയാണ് അവിടെ ശ്രമകരമായ ദൗത്യം എന്നുള്ള നിലയ്ക്ക് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. വലിയ രീതിയിൽ അവിടെ ഒന്നുകിൽ പാറക്കഷ്ണം അല്ലെങ്കിൽ ഇരുമ്പ് ഭാഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എന്നുള്ള സൂചന ഉള്ളത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അവിടേക്ക് ഇപ്പോൾ ബോട്ടിനെ കൂടി വിളിക്കുന്നുണ്ട്. ബോട്ടിലുള്ള ആളുകളെ കൂടി ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ കൈവീശി വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാറക്കഷ്ണങ്ങളാണോ എന്നുള്ള സംശയമാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ്. വലിയ പാറക്കഷ്ണങ്ങളാണോ എന്നുള്ള സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു വസ്തു അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇത്രയും സമയം ആ ഡ്രഡ്ജിംഗ് മെഷീൻ ഉപയോഗിച്ച് അതിൻ്റെ ഹിറ്റാച്ചിയുടെ ബൂം ഉപയോഗിച്ച് താഴെ തട്ടിലേക്ക് പോയിട്ടും അത് ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ബക്കറ്റിൽ പോലും ജലത്തിൻ്റെ
അംശം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ലോഹഭാഗങ്ങൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിശോധനയുടെ ആവശ്യകത പോലുമുള്ളൂ. ഇപ്പോൾ ആ ഭൂമ നീണ്ടിരിക്കുന്ന ആ മേഖലയിൽ തന്നെ നമുക്ക് കാണാം, ഒരു ബോ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ആ മേഖലയിൽ തന്നെയാണ് വിപുലമായ പരിശോധന എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പോകുന്നത്. നേരത്തെയൊക്കെ പെട്ടെന്ന് മണ്ണെടുപ്പ് സാധ്യമാക്കിയതിന് ശേഷം ആ ഭൂമി ഉയർത്തി ആ മണ്ണ് അവിടെ നിന്ന് മാറ്റുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു. അവിടെ എന്തൊക്കെയോ തട്ടുന്ന ശബ്ദം നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് പാറക്കല്ലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോഹഭാഗമാണോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത നമുക്ക് നൽകാൻ കഴിയുകയില്ല. എങ്കിൽ പോലും പല വിധത്തിലുള്ള ശ്രമങ്ങൾ അവിടെ തുടരെ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ അവിടെ മണ്ണിൻ്റെ അംശമല്ല, അവിടെ ആ ബക്കറ്റ് എത്തുമ്പോൾ മണ്ണിൻ്റെ അംശം കലർന്ന ജലമല്ല വരുന്നത്, അല്ലെങ്കിൽ കലർപ്പുള്ള വെള്ളമല്ല മുകളിലേക്ക് ഉയർത്തി വരുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്രയും സമയം അവിടെ തട്ടി നിൽക്കുന്ന ആ വസ്തുവിനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വലിയ പ്രതീക്ഷകൾക്ക് വകവയ്ക്കുന്ന ഒന്നായി മാറുമോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് അതൊരു വലിയ മരത്തടി അപ്പുറത്ത് ഉയർന്നു വരുന്നതിൻ്റെ സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ പല വിധത്തിലുള്ള ആൽമരമടക്കമുള്ള വലിയ മരത്തടികൾ ഈ മേഖലയിലേക്ക് പതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മരത്തടികൾ ഏതെങ്കിലും താഴെ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നതാണോ എന്നുള്ളത് സംബന്ധിച്ചും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അവിടെ ഡൈവേഴ്സ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങളിലേക്ക് തന്നെ വളരെ സൂക്ഷ്മമായി ഒരു പരിശോധന ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നുവെന്ന് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാൻ. അങ്ങനെ പരിശോധനയുടെ ഓരോ ഘട്ടവും നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഏറെ മാറിക്കൊണ്ട് വളരെ സൂക്ഷ്മമായി ആഴങ്ങളിലേക്ക് പരിശോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള